മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് നമ്മളെ പറയാതെ ചില കണ്ടീഷൻസ് ഉണ്ട്, കരാറുകൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളും എന്നെ ആക്രമിക്കില്ല, അല്ലെങ്കിൽ വയലൻസ് അല്ല അതിന്റെ അർത്ഥം. പരസ്പര ധാരണയാണ്, പരസ്പര സ്നേഹമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന എത്തിക്കലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചില ധാരണയുടെ പുറത്താണ്, അല്ലെങ്കിൽ നൈതികമായ ചില ധാരണ. ഫാസിസ്റ്റ് ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്യും. ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ അതിന്റെ ധാർമ്മികമായിട്ട് കറപ്റ്റ് ചെയ്യും, അതിന്റെ ഒരു വിവേകം കറപ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് അഴിമതിവൽക്കരിക്കപ്പെടും. യഥാർത്ഥത്തിൽ കവിത മാത്രമല്ല, എല്ലാ എഴുത്തും അവനവൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്കല്ലാതെ അനശ്വരതയെ പറ്റി നാളെ നിങ്ങൾക്ക് എന്താവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എഴുത്ത് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് കുമാരനാശാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുമാരനാശാൻ, ഇപ്പൊ എനിക്ക് വലിയ ബഹുമാനവും വലിയ ആദരവും ആ കവിതയോട് വലിയ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ കുമാരനാശാനെ അമ്മാതിരി തന്നെ പകർത്തി വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഊർജം സ്വീകരിക്കുക. എന്താണ് ഈ ഒരു ഊർജ സ്വീകരണം ആണ് യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിൽ നടത്തേണ്ടത്. ഇവിടെ പലപ്പോഴും പാരമ്പര്യം എന്ന് വിളിക്കുന്നത് ഈ രൂപം അതേപോലെ പകർത്തി വെക്കുന്നതിനെയാണ്. സാഹിത്യ മേഖലയിലായാലും കവിതയിലായാലും ഒക്കെ ഒരു ധാർമ്മികമായ അപജയം വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പം കേരള സാഹിത്യോത്സവം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനോടുള്ള ഒരു പോരാട്ടം കൂടിയാണ്, ഇതിനകത്തുള്ള ജീർണതകൾക്കെതിരെയൊക്കെയുള്ള പോരാട്ടം കൂടിയാണ്. ആ നിലക്ക് കേരള സാഹിത്യോത്സവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരള സാഹിത്യോത്സവം ഇപ്പം ഞാൻ സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ SSF കേരള സാഹിത്യോത്സവത്തിന്റെ ശീർഷകം മനുഷ്യന്റെ ജീവിതം എന്നതാണ്. മനുഷ്യന്റെ ജീവിതം ഏറ്റവും നന്നായി പറഞ്ഞത് കവികളും കഥാകാരന്മാരും ഒക്കെയാണ്. പലവിധ കവിതകളിലൂടെയും കഥകളിലൂടെയും നമ്മുടെ പൂർവ്വകാല മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ചും നമ്മുടെ സമകാലിക ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ശീർഷകവും ഈ ധാരണയും തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഇത്തവണത്തെ കേരള സാഹിത്യോത്സവിന്റെ അവാർഡ് എന്തുകൊണ്ടും സവിശേഷതയുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് നിരവധി കവിതകളിലൂടെ എഴുതിയ, നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സൂക്ഷ്മമായി സംസാരിച്ച കവി PN ഗോപികൃഷ്ണനാണ് ഇത്തവണ അവാർഡ് ജേതാവ്. ഈ അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹം നമ്മളോട് മനസ്സ് തുറക്കുകയാണ്. സ്വാഗതം സാർ. സന്തോഷം. SSFന്റെ 11ാമത്തെ കേരള സാഹിത്യോത്സവ അവാർഡ് അങ്ങ് ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഈ ഒരു ധന്യ നിമിഷത്തിൽ എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? ആദ്യമായി പറയാനുള്ളത്, ഞാൻ ആ വേദിയിൽ എന്നെ മറുപടി പ്രസംഗത്തിൽ പറയുണ്ടായി, ഇതൊരു സ്നേഹത്തിന്റെ കൈമാറ്റമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ആ പുസ്തകത്തിനോട് പുലർത്തുന്ന ഒരു ഐക്യദാർഢ്യത്തിന്റെ ഒരു അതിന്റെ പ്രതിഫലനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അതെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന പുസ്തകം, അതോടൊപ്പം എൻ്റെ മറ്റെഴുത്തുകളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സ്നേഹപ്രകടനം ആണ്. അതുകൊണ്ടാണ് ഞാനത് കയ്യിലല്ല ഏറ്റുവാങ്ങിയത്, ഹൃദയത്തിലാണെന്ന് പറയാം. ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം സമകാലിക ഇന്ത്യ ഏറ്റവും അധികം ഒരുപക്ഷെ ഭീതിയോടുകൂടി കാണുന്ന ഒന്ന് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ ഒരു പൂച്ച അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷെ അത് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. നിലവിലെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി എന്താണ്? തീർച്ചയായിട്ടും ആ പുസ്തകം എഴുതുന്ന ഒരു ഘട്ടത്തേക്കാൾ പ്രത്യാശ നിറഞ്ഞ ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ പ്രധാന കാരണം ഈ ഷിയാബ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം ഉറങ്ങാൻ പോകുന്നത് 400-ലധികം സീറ്റുകൾ ഇവർ നേടുന്നു വിചാരിച്ചിട്ടാണ്. അതിന്റെ കാരണം മാധ്യമങ്ങൾ നമ്മളോട് നുണ പറഞ്ഞു എന്നുള്ളതാണ്. നാഷണൽ മീഡിയ അടക്കം നമ്മളോട് നിരന്തരം ആ രാത്രി നിങ്ങൾക്ക് എല്ലാവരും 400+ സീറ്റുകൾ പ്രവചിച്ചുകൊണ്ടിരിക്കും. 400+ലേക്ക് കൊണ്ടുവരാൻ മത്സരിക്കുകയാണ്. അതെ. അത് യഥാർത്ഥത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം നുണ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഉത്തരേന്ത്യയിലെ ഗ്രൗണ്ടിൽ പണിയെടുത്ത എല്ലാ ജേർണലിസ്റ്റുകളും അല്ലെങ്കിൽ സത്യസന്ധമായി ആ തൊഴിലിനോട് കൂറു പുലർത്തുന്ന എല്ലാവരും അങ്ങനെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല എന്ന് നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. പക്ഷെ ആർക്കും ഉറക്കെ പറയാനുള്ള ധൈര്യം ഇല്ലാതെ യോഗേന്ദ്ര യാദവ് പോലെയുള്ള ആളുകൾ മാത്രമേ അത് പറഞ്ഞുള്ളൂ. അപ്പം അതിന്റെ അർത്ഥം ഒരു സിസ്റ്റം
സിസ്റ്റത്തിനെ നുണ പറയാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ഒരു ഭരണം, ഒരു ഫാസിസ്റ്റ് ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്യും. ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ അതിന്റെ ധാർമ്മികമായിട്ട് കറപ്റ്റ് ചെയ്യും, അതിന്റെ ഒരു വിവേകം കറപ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് അഴിമതിവൽക്കരിക്കപ്പെടും. അതായിരുന്നു അതിന്റെ തലേ ദിവസം വരെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ അഴിമതിവൽക്കരിക്കപ്പെട്ട വ്യവസ്ഥയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു സത്യാനന്തര രാഷ്ട്രീയമാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിറ്റേ ദിവസം ഓർമ്മയുണ്ടാവുമല്ലോ, ഒരു അല്പനേരത്തേക്കെങ്കിലും ഈ പ്രധാനമന്ത്രി മോഡി വരെ പുറകോട്ട് പോയി. ഒരല്പനേരത്തേക്ക് അതെ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു തിരിച്ചടിയാണ് UP പോലുള്ള സ്ഥലത്തുനിന്ന് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഊഷര ഭൂമികളിൽ തന്നെയാണ്. അത് മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് ഒരു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർ കരുതി വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, 2023 ഈ സവർക്കറുടെ പുസ്തകം, ഇവരുടെ മാനിഫെസ്റ്റോ എന്ന് വിളിക്കാവുന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എഴുതിയിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ഒരു ഫാസിസ്റ്റ് സംഘടന എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന RSSന്റെ 100ാം വർഷമായിരുന്നു 2025. ഇതിനു മുന്നോടിയായിട്ട് അവരുടെ ഒരു വലിയ പടയോട്ടത്തിന് തുടക്കമിട്ട രാമജന്മഭൂമി പ്രശ്നത്തിന് ഒരു അന്ത്യം എന്നുള്ള നിലയ്ക്ക് അവരൊരു സത്യാനന്തര മന്ദിരം, ഞാൻ അതിനെ അങ്ങനെ വിളിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സത്യാനന്തര മന്ദിരം അയോധ്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ എല്ലാം കൊണ്ടും അതൊരു ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനത്തിനുള്ള മുഹൂർത്തം ഒരിക്കലായിരുന്നു. ഇതാണ് തകർത്ത് കളഞ്ഞ ജനങ്ങൾ. അതുകൊണ്ട് ഇത് അവര് അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റിയില്ല, അവർക്ക് തന്നെ അധികാരം കിട്ടിയെന്നൊക്കെയുള്ള വസ്തുതകൾ. അതാണ് ഞാൻ പറയുന്നത്. ആ മന്ദിരം ഉയർന്ന ഫൈസാബാദിൽ ജയിക്കുന്നത് അവധേഷ് പ്രസാദ് എന്ന് പറഞ്ഞ ദളിതനാണ്. അത് ഒന്ന് അടിവരയിട്ടിട്ട് പറയണം. എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണിക് പൊളിറ്റിക്സിന്റെ, ഒരു പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം അതിന്റെ ഒരു വലിയ ആർക്കിടെക്ചർ സ്ഥാപിച്ച സ്ഥലത്ത് ജയിക്കുന്നത് അവധേഷ് പ്രസാദ് എന്ന് പറഞ്ഞ ദളിതനാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത അത് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. UP ഒക്കെ പ്രത്യേകിച്ച് UP ഇവർക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം എന്ന് പറഞ്ഞാൽ PDA എന്ന് പറയുന്ന ഈ പിച്ചഡേ ദളിത് അല്പസംഖ്യക് എന്ന് പറയുന്ന ഈ പിന്നോക്ക ദളിത് മൈനോറിറ്റി സഖ്യം, ന്യൂനപക്ഷ ഐക്യം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ആ രാഷ്ട്രീയം പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. പക്ഷെ അതേസമയം നമ്മൾ പേടിപ്പെടുത്തുന്ന ചിലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗത്ത് ഇന്ത്യൻ റിസൾട്ടാണ്. സൗത്ത് ഇന്ത്യ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഫാസിസ്റ്റുകൾക്ക്, ഹിന്ദുത്വ ഫാസിസത്തിന് ബാലികേറാമലയാണ് സൗത്ത് ഇന്ത്യ. കേരളം ആണ്. ഇപ്പൊ കർണാടക മാത്രമേ അവർക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തെ ഒരു സംഗതി നോക്കിക്കഴിഞ്ഞാൽ, സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, കർണാടക അവര് വിചാരിച്ച പോലെ പുറന്തള്ളപ്പെട്ടില്ല. അവരൊരു ഗണനീയ ശക്തിയായിട്ട് നിന്നു. അതിന് പുറമെ ആന്ധ്രയിലും തെലങ്കാനയിലും അവർക്ക് സ്വാധീനം ഉണ്ടാവുന്നു. തമിഴ്നാട്ടിൽ പോലും 10% കൂടുതൽ അവർക്ക് വോട്ട് വർധന ഉണ്ടാവുന്നു. കേരളത്തില് അവര് മുന്നേറിയ മണ്ഡലങ്ങൾ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30% അടുത്ത് വോട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. മുഴുവൻ മണ്ഡലങ്ങളിലെയും ആവറേജ് കണ്ടാൽ അത് കുറയുമെങ്കിൽ പോലും സവിശേഷമായി ശക്തി ആർജിച്ച മണ്ഡലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് 30% എന്ന് പറഞ്ഞാൽ 100ൽ 30 പേർക്ക് ഈ ഫാസിസ്റ്റ് കക്ഷിയോട് വോട്ട് ചെയ്യാനുള്ള അറപ്പ് തീർന്നു ഉള്ളൊരു മെസ്സേജ് അത് തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫാസിസ്റ്റ് വിരുദ്ധതയുടെ ഒരു ഉട്ടോപ്പിയായിട്ട് സൗത്ത് ഇന്ത്യയെ കരുതുന്ന ഒരു രീതി നമ്മൾ പുനഃപരിശോധിക്കണം. മാത്രമല്ല ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഫാസിസ്റ്റ് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണിക് പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ബ്രാഹ്മണിക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ബ്രാഹ്മണിസ് ആയിട്ടില്ല ആക്ട് ചെയ്യുന്നത്. അത് വളരെ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ബ്രാഹ്മണിസവും ഫാസിസ്റ്റ് പൊളിറ്റിക്സും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ട്രഡീഷണൽ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന പോലെ അവരുടെ മേൽക്കോയ്മ, പ്രിവിലേജ്, സാമൂഹികമായ മേൽക്കോയ്മ നിലനിർത്തണം. അപ്പൊ ബാക്കി എല്ലാവരും അതിന്റെ അടിയിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ളിൽ അയിത്തം സൂക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഉള്ളില് താഴേക്കിടെയുള്ള ജാതികളെ മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഫാസിസം അതല്ല. അത് വലിയ വ്യത്യാസമുണ്ട്. ഫാസിസം പ്രത്യേകിച്ച് സവർക്കർ ഈ 1924 മുതൽ 37 വരെ ഈ രത്നഗിരി ജില്ലയിൽ തടവിൽ കഴിയുന്ന സമയത്ത് വലിയ പരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഹിന്ദു വംശീയതയുടെ പരീക്ഷണമാണ്.
സവർക്കർ അവിടെ ഈ പന്തിഭോജനം നടത്തുന്നുണ്ട്. മഹറുകളുടെയും ചമറുകളെയും കൂട്ടിയിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പതീത് പാവൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ദളിതർക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നവോത്ഥാനത്തിൻ്റെതായി പഠിച്ചിരുന്ന പല കാര്യങ്ങളും സവർക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു വ്യത്യാസം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇവിടെ വീട്ടിൽ പൂണൂല് പൊട്ടിച്ച് കളയുകയാണെങ്കിൽ സവർക്കർ അവിടെ മഹറിനെ പൂണൂലിടിക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടെയുള്ള ആളെ പൂണൂലിടിക്കുകയാണ്. അപ്പൊ അതിന്റെ അവസാനം ഈ പൂണൂല് ഇടപെട്ട ആ ദളിത് സ്വത്വം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളൊക്കെ ഇനി ഇപ്പൊ മതം മാറിയാലും ഞാൻ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിൽക്കും എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതാണ് ഹിന്ദു വംശീയത എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിസത്തിനെ ഈ ദളിതരെ കൊണ്ടും ശൂദ്രരെ കൊണ്ടും പിന്നാക്കക്കാരെ കൊണ്ടും വാഴ്ത്തി പറയിപ്പിക്കുന്ന തരത്തില് മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ്. ഇതാണ് ഈ ട്രഡീഷണൽ ബ്രാഹ്മണിസവും ഈ ഹിന്ദു ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തില് ഇപ്പം ബ്രാഹ്മണർ എന്ന് വിളിക്കാവുന്ന ആളുകള് മേൽത്തട്ടിലൊന്നുമില്ല ഇല്ല. പക്ഷെ ബ്രാഹ്മണിസം ഉണ്ട്, സവർണതയുണ്ട്. ഈ സവർണത ആരാ കൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ശൂദ്രരും അതിന് പുറത്തുള്ള ആളുകളാണ് കൊണ്ട് നടക്കുന്നത്. അവരെ ഈ ബ്രാഹ്മണിസത്തിന്റെ ഒരു കാച്ച്മെന്റ് സെന്ററാക്കി മാറ്റുക എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമാണ്. ഇതാണ് ഫാസിസ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു അപകടം എന്ന് പറയുന്നത്. മറ്റതല്ലാതെ ട്രഡീഷണൽ ബ്രാഹ്മണിസം ഒരു ഡെമോക്രസിയിൽ കൊണ്ടു നടക്കുന്നതിൽ കുറച്ച് ഒരു പരിമിതികളുണ്ട്. ഇപ്പം സാമൂഹ്യമായോ സാംസ്കാരികമായോ ആൾക്കാർ ഇപ്പൊ പൂർണ്ണമായിട്ട് അവരുടെ മനസ്സ് മാറിയിട്ടില്ല. അവർ ചിലപ്പോ ഒരു പ്രിവിലേജ് ഒക്കെ കൊടുത്തുന്നിരിക്കും. ഇപ്പം രാജകുടുംബമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ എണീറ്റ് നിന്നൊക്കെ ഇരിക്കും. പക്ഷേ ഒരു ഡെമോക്രസിയിൽ അതിനെ ഒരു വലിയ രാഷ്ട്രീയ മേലാളിത്തമായിട്ട് വികസിപ്പിക്കാൻ പറ്റിയ തരത്തില് പ്രയോഗിക്കാനുള്ള ശക്തി അവരില്ല. അവർ ന്യൂനപക്ഷമാണ് എണ്ണം നോക്കിയാല്. അപ്പൊ അതിന് പകരം ഈ ബ്രാഹ്മണിസത്തിനെ ഒരു മതത്തിന്റെ അറ്റം വരെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. കേരളത്തിൽ അതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്ലച്ച് പിടിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? കേരളത്തില് ക്ലച്ച് പിടിക്കില്ലേ എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട 130 പേര് വോട്ട് ചെയ്യുന്ന സ്ഥിതിയിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു അറപ്പ് തീർന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നവോത്ഥാനത്തിന്റെ പ്രോസസ്സ് ഉണ്ട്, അതിനുശേഷമുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളുടെ പ്രോസസ് ഉണ്ട്, പുതിയ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ എത്തുന്ന തരത്തിലുള്ള ഒരുപാട് പ്രോസസ്സുകൾ നടന്നുണ്ട്. ഇതിന്റെ ഒക്കെ ബലത്തിന്റെ മുകളിലാണ് ഈ 30% എന്ന് പറയുന്ന സംഗതി വന്ന് വീണിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാ വിവേകങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ഒരു പൊളിറ്റിക്സ് ആണെന്നുള്ള തിരിച്ചറിവ് കുറച്ചുകൂടി ആഴത്തിൽ ജനതയുടെ ഉള്ളിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയണം. അതൊരു സാംസ്കാരിക രാഷ്ട്രീയം ആണത് യഥാർത്ഥത്തിൽ. അല്ലാതെ അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്യുവർലി പൊളിറ്റിക്കൽ പ്രോസസ് അല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ള് അവർക്ക് കൊള്ള അടിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ് കേരളത്തിൽ നടക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ, അപ്പം സാറെ സംബന്ധിച്ചിടത്തോളം സാറ് ഒരു കവിയാണ്. ഇപ്പം കവിതകളിലൂടെ രാഷ്ട്രീയം ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. അത് ശരിക്കും പഠനാർഹമായ ഒരു ഗഹനമായ കൃതി തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു വരവും അതിന്റെ ഒരു അന്വേഷണങ്ങളും ഒക്കെ? ഒന്ന് ഞാൻ അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് 92 ഈ ബാബറി മസ്ജിദിന്റെ തകർച്ച അല്ലെങ്കിൽ അത് തകർക്കപ്പെട്ടത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന, അന്ന് കവിയൊന്നും ആയിട്ടില്ലല്ലോ, എഴുത്തുകാരൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കൊക്കെ അത് എന്നിൽ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ലേ നമ്മൾ ഈ കവിത കേരളത്തിൽ കവിതയെ പറ്റിയുള്ള ഒരു അന്ധവിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും നിത്യതയെ പറ്റി അല്ലെങ്കിൽ അനശ്വരതയെ പറ്റി എഴുതേണ്ട ഒരു സംഗതിയാണ്, അത് പാടേണ്ട ഒന്നാണെന്നൊക്കെ പറയുന്ന നിരവധി തരത്തിലുള്ള ഒരു സങ്കല്പങ്ങൾ വീണെടുക്കുന്ന സ്ഥലമാണ്. ലോകത്തിലെ കവിത അതൊന്നുമല്ല, 20ാം നൂറ്റാണ്ടിന് ശേഷം ഒട്ടുമല്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ ആളുകളുടെ ജീവിതം മാറുന്നു, ആളുകളുടെ മൂല്യങ്ങൾ ഉണ്ടാവുന്ന പലതരം വ്യത്യാസങ്ങൾ ആളുകളുടെ പലതരം ഉത്കണ്ഠകൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ കവിത ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ കാലത്തെ വലിയ ആഴത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സൂക്ഷ്മമായ ചലനങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്
എഴുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ആൾക്കാർ കഥ, കവിത എന്നൊക്കെ പേരിട്ട് പലതായിട്ട് വിളിക്കുന്നത് ആഖ്യാന രൂപങ്ങളാണ്. അത് അങ്ങനെ ഉറച്ച് നമ്മൾ നിർവചനം കൊടുത്തുകൊണ്ട് അതൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതിനിടയ്ക്കുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തമ്മിൽ കൊടുക്കൽ വാങ്ങലുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ കവിസ്വത്വവും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എഴുതുന്ന സ്വത്വവും തമ്മിൽ ആന്തരികമായിട്ട് അത്ര വലിയ വൈരുദ്ധ്യങ്ങളില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് രണ്ടിനും രണ്ട് ആഖ്യാന രീതികളാണ്. ഇപ്പൊ കവിതയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു അത് വാറ്റിയെടുക്കുന്ന ഒരു അനുഭവ മണ്ഡലമാണ് ഏറ്റവും പ്രധാനം. ഇതാകുമ്പോ കുറെ കൂടി നമുക്ക് എവിഡൻസസ് കൊണ്ടുവരേണ്ടി വരും. നമ്മള് ഇത് എഴുതുമ്പോൾ ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചിരുന്നു, ഇതിനു വേണ്ടി ഞാൻ നുണ പറയില്ല. ഇപ്പം ഹിസ്റ്ററിയിൽ ഞാൻ അന്വേഷിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ അന്വേഷണം ഉണ്ടാവില്ല, ഒരു 10 വർഷം ഉണ്ടാവും അതിന്റെ പിന്നിൽ. ഒരു 10 വർഷം ഇത് എഴുതണമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് 10 വർഷത്തെ അധ്വാനം അതിന്റെ പുറകിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അതിന്റെ പ്ലേസ്മെന്റിലൊക്കെ വ്യത്യാസമുണ്ട്, അതിന്റെ ആഖ്യാന നെറേറ്റീവിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ കവിതയുടെ നെറേറ്റീവ്, കവിതയുടെ ഭാഷയായിരിക്കില്ലത്, പക്ഷെ സൂക്ഷ്മമായിട്ട് അത് കൊടുക്കൽ വാങ്ങലും ഉണ്ട്. ആ അർത്ഥത്തിൽ ഒരു അക്കാഡമിക് ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് അല്ല അത്, വേറൊരു തരത്തില് അതിനത് കവി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു പറഞ്ഞ മാതിരി കവി എന്നുള്ള നിലയ്ക്ക് ആ നെറേറ്റീവിലുള്ള എൻ്റെ ഒരു ചെറിയ സ്വാധീനം ഇതിനെ സഹായിച്ചിട്ടുണ്ട്, ഇതിന്റെ ഒരു നരേഷനെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് അത് വൈരുദ്ധ്യമല്ല, അത് മലയാളത്തിലൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇരിക്കുന്ന ആൾ മറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒരു വലിയ ഷാർപ്പായിട്ടുള്ള റിയാലിറ്റീസ് ഉണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതോടൊപ്പം ഭാവന എന്ന് പറയുന്ന, ഇമാജിനേഷൻ എന്ന് പറയുന്ന മറ്റൊരു സംഗതി ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രം പോകുന്ന ഒന്നല്ല. അപ്പൊ ഏതിലും എൻ്റെ ആൻസൈറ്റിയും ഉത്കണ്ഠ ഈ കാലത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ കവിതയിലും കാണാം, ഇതിലും കാണാം. പക്ഷെ വ്യത്യസ്ത നെറേറ്റീവുകൾ ആയിരിക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. ഇപ്പൊ അങ്ങയുടെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോ, ഇപ്പം പഠിക്കുന്ന സമയത്ത് സയൻസ് വിഷയങ്ങളിലായിരുന്നു കൂടുതൽ താല്പര്യം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് ചേർന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തിട്ടാണ് ഈ എഴുത്തിലേക്കും സാഹിത്യത്തിലേക്കൊക്കെ വരുന്നത് അല്ലേ? ഇതൊക്കെ ഡിസിഷനാണോ എന്ന് ചോദിച്ചാൽ, ബോൾഡ് ഡിസിഷനാണോ എന്ന് ചോദിച്ചാൽ, എനിക്ക് എല്ലാ വിഷയവും താല്പര്യം ഉള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ സയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണ്. സയൻസിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് ഫിസിക്സ്, ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച ഫിസിക്സിൻ്റെ ഉള്ളിലും നമ്മൾ ഈ ഒരു ലബോറട്ടറി ഫിസിക്സ് എന്നതിനപ്പുറം ഒരു വലിയ ചിന്തയുണ്ട്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യജീവൻ എങ്ങനെയുണ്ടായി, അങ്ങനെയൊക്കെയുള്ള ചിന്ത ശാസ്ത്രത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അന്വേഷണം ഉണ്ട്. ഈ അന്വേഷണം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാൻ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ചേരുമ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ 84 ഒക്കെ കാലമാണ്. അപ്പം അന്നത്തെ ഒരു ലോകസ്ഥിതി അനുസരിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായാൽ എനിക്ക് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യേണ്ടി വരും. വലിയ സാധ്യതകൾ അവിടെ സാധ്യതയുള്ളൂ. അപ്പൊ 90%, 99% അവിടെ പോകേണ്ടി വരും. അന്ന് ഈ ഭാഷയിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ അപ്പോഴേക്കും പ്രത്യേകിച്ച് ഭാഷയോട് തന്നെയാണ് മലയാളത്തിൽ ഒരു ആധുനിക കവിതയുടെ ഒരു തരത്തിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ആ അർത്ഥത്തിൽ എനിക്ക് ഭാഷയിൽ നിന്ന് പുറത്തു പോയാൽ ഇന്നത്തെ പോലെ ഭാഷയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു പ്രതലങ്ങൾ അന്നില്ല. ഇപ്പം ടെക്നോളജിയോ മൊബൈൽ ഫോണോ നമുക്ക് മാക്സ്റ്റാറിൽ വായിച്ചപ്പതിപ്പുകൾ വായിക്കാൻ ഒന്നുമില്ല, പുസ്തകങ്ങൾ വായിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. പോയാൽ പോയത് തന്നെ. അപ്പം അതെന്നെ പേടിപ്പിച്ചിരുന്നു, ശരിയായോ തെറ്റായോ എന്നെ പേടിപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കേരളത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയ്ക്കുള്ളിൽ നിൽക്കണം, സ്വന്തം നാട്ടിലിരുന്ന് നാടിന്റെ കഥകൾ അതെ, ഈ ഭാഷയുടെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമുക്ക് പുറത്തൊരു ഭാഷ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ അതില് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇതുപോലെ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളും ഭാഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇല്ലാത്ത പോലെ അലിഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല വേറൊരു ഭാഷയിൽ. നമ്മൾ അതിനെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ എഴുതണമെങ്കിൽ അത് മനസ്സും വാക്കും മനസ്സും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോംപ്ലക്സിറ്റി പിടിച്ച ഒരു ബന്ധം ആണ്.
അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ അനുഭവം എന്നുണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത തീരുമാനമാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ എന്റെ ഒരു കാര്യവും യോജിക്കാത്തതാണ്. ഇപ്പൊ സയൻസ് പഠിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ സാഹിത്യം ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്ന ഒരു സാമ്പത്തിക സ്ഥാപനം. പക്ഷെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ തമ്മിൽ അനുഭവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സാമ്യതയുണ്ട്, ഒരു ഒത്തുചേരൽ. ഇപ്പം പണ്ടാണ് പറയാ ഈ സാഹിത്യം എന്ന് പറഞ്ഞാല് സാഹിത്യം പഠിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണെന്ന്. ഇന്ന് അങ്ങനെയല്ല, അനുഭവങ്ങളിൽ നിന്നാണ് സാഹിത്യം. വേറെ ഒന്നും കേട്ടോ, ഈ സാഹിത്യത്തിനും കവിതക്കൊക്കെ എല്ലാ മേഖലയും ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ള ഒരു ഗുണം കൂടി. അത് ഭാഷയിലേക്കുള്ള റിപ്പോർട്ടിംഗ് കൂടിയ സാഹിത്യം. ഇപ്പം ഒരു പുതിയ ജോലി, പുതിയ തൊഴിൽ അനുഭവങ്ങള് ഓരോ സമയത്തും പുത്തനായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും, പുതിയ ജീവിതാനുഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഭാഷയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു രീതി സാഹിത്യം ആണ്. സാഹിത്യമാണ് കണ്ടംപററൈസ് ചെയ്യുന്ന ഭാഷ, ഒരു സമകാലികവൽക്കരിക്കുന്നത്. അപ്പൊ പുതിയ അനുഭവ ലോകം തുറക്കുമ്പോ അതിനനുസരിച്ചിട്ട് ഇതും വികസിക്കും. അപ്പൊ അവിടെ തന്നെയാണ് എന്റെ അടുത്ത ചോദ്യം. അപ്പം നമുക്കിപ്പം പുതിയ കാലത്തെ കവിതകൾ, നമ്മൾ പഴയ കാലത്തെ കവിതാ സങ്കല്പവും പുതിയ കാലത്തെ കവിതാ സങ്കല്പവും തമ്മിൽ അച്ചഗജാന്തരം വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മളൊരു കവിത വായിച്ചാൽ, പഴയ കാലത്തെ കുമാരനാശാന്റെ ഒരു കവിത വായിച്ചുകൊണ്ട് ആധുനിക കാലത്ത് ഇപ്പം MS ദിനേശനൊക്കെ പോലെയുള്ള പുതിയ കാലത്തെ കവികൾ എഴുതുന്ന കവിത വായിക്കുമ്പോൾ അതിനകത്ത് ഈ കവിതയുടെ വൃത്തം പോലെയുള്ള സംഗതികളൊക്കെ പഴയ രീതിയിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇല്ല. ഈ കവിതയുടെ ഈ ഒരു ഭാഷയിലുണ്ടായ മാറ്റത്തെ ഒരു കവി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കുക? കവിത ഇപ്പം കവിതയുടെ ഒരു പഴക്കം നോക്കിക്കഴിഞ്ഞാല് അത് ഇപ്പം നമ്മളൊരു ക്ലാസിക്കൽ കല എടുക്കുക, ഇപ്പം കഥകളി പോലെയുള്ള എന്തെങ്കിലും, ഇതിന് അത്രയും പ്രായം കവിതയ്ക്കുണ്ട്. പക്ഷെ കവിത പുതിയ കലയാണെന്ന് പറയും, അത് ക്ലാസിക് കലയിൽ നിന്ന് വ്യത്യാസം ഉണ്ടെന്ന് പറയും. എങ്ങനെയാ കവിത പുതിയ കലയാവുന്നത് എന്ന് പറഞ്ഞാൽ അത് കാലത്തിനനുസരിച്ച് നിരന്തരമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇന്നത്തെ കഥയല്ല. അത് കഥകളി നമുക്ക് എന്ത് മാറ്റം വന്നാലും അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്ന് അതിനെ പൊളിച്ചു പോകാൻ പറ്റില്ല. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു മാത്രം കഥയില്ല. കവിത അങ്ങനെയല്ല, കവിത സ്ട്രക്ചർ പൊളിച്ചിട്ട് പോകാൻ പറ്റാവുന്ന സാധ്യതയുള്ള പറ്റും. അതാണ് കവിതയെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സംഗതി. അപ്പൊ അതുകൊണ്ട് കുമാരനാശാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുമാരനാശാൻ, ഇപ്പൊ എനിക്ക് വലിയ ബഹുമാനവും വലിയ ആദരവും ആ കവിതയോട് വലിയ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ കുമാരനാശാനെ അമ്മാതിരി തന്നെ പകർത്തി വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ ഊർജം സ്വീകരിക്കുക. എന്താണ് ഈ ഒരു ഊർജ സ്വീകരണം ആണ് യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിൽ നടത്തേണ്ടത്. ഇവിടെ പലപ്പോഴും പാരമ്പര്യം എന്ന് വിളിക്കുന്നത് ഈ രൂപം അതേപോലെ പകർത്തി വെക്കുന്നതിനെയാണ്. കുമാരനാശാന്റെ ഉള്ളില്ലാതെ അതിന്റെ ഒരു വൃത്തം പകർത്തി വെച്ച് കഴിഞ്ഞാൽ അതാ കുമാരനാശാന്റെ പിൻഗാമി എന്ന് പറയുന്ന ഒരു രീതിയാണ് മലയാളത്തിലുള്ളത്. യഥാർത്ഥത്തിൽ പാരമ്പര്യം, ഇപ്പം എന്നെയൊക്കെ പോസ്റ്റ് മോഡേൺ കവി എന്നൊക്കെയാണ് ആളുകൾ, ഞാൻ വേറെ അർത്ഥത്തിൽ വലിയ തരത്തിൽ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടിട്ടുള്ള കവിയാണ്. ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയൊക്കെ പുറകോട്ട് നോക്കലുണ്ട്, ഇതേപോലെ കവിതയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അതേപടി പകർത്തി വെക്കല്ല, മറിച്ച് അതൊരു ഊർജാക്കി എടുത്ത് അത് എന്റെ കാലത്ത് അതിലേതാണ് എനിക്ക് ആവശ്യം എന്നുള്ളത് എടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കവിത മാത്രമല്ല, എല്ലാ എഴുത്തും അവനവൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ അനശ്വരതയെ പറ്റി നാളെ നിങ്ങൾക്ക് എന്താവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എഴുത്ത് സാധ്യമല്ല. മറിച്ച് നമ്മളുടെ ഒരു ജീവിതം അടയാളപ്പെടുത്തുകയാണ്. നമ്മുടെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, എൻ്റെ ഒപ്പം ഉള്ള ഒരു പ്രകൃതി ഉണ്ട്, എൻ്റെ ഒപ്പം ഉള്ള ഒരു ജീവി കുലമുണ്ട്, വലിയ തരത്തിലുള്ള ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു വലിയ ആവാസ വ്യവസ്ഥയുണ്ട്. ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സമകാലീനതയെ പറ്റിയേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ സമകാലീനത എന്ന് പറയുമ്പോൾ അത് ക്ഷണികം എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കൊരു വലിയ ഭൂതകാലുണ്ട്. ഇപ്പം തിയോഞ്ചല പൗലോ അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് ഇട്ട പേര് എറ്റേണിറ്റി എൻഡ് ഡേ എന്നാണ്. എറ്റേണിറ്റി എന്ന് പറഞ്ഞ ഭൂതകാലം പ്ലസ് ഒരു ദിവസം കൂടിയാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഇന്നലെ നാളെയോട് സംസാരിക്കുന്നത് നീ കൂടിയാണ്. ഇന്നലത്തെ ഊർജം നമ്മിൽ കൂടി പോയി ഭാവിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ പ്രസന്റിനെ ഞാൻ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഭാവിയോട് ഒരു ഡയലോഗ് എന്നുള്ള അർത്ഥത്തിൽ പ്രസന്റിനെ പ്ലേസ് ചെയ്യാണ് കവിതയിലും മറ്റെഴുത്തിലും ചെയ്യുന്നത്. അത് അത്രയും വിശ്വാസം എനിക്ക് അതിലുണ്ട്. നാളെ അത് മാറിപ്പോകുന്ന അറിയില്ല, പക്ഷെ ഇപ്പം ഈ മൊമെന്റിൽ
ഇപ്പം ഈ കവികൾ ഈ സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ സജീവമായിട്ട് ഇടപെടുന്നു എന്നത് ശരിയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ പഴയകാല കവി ഇപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് അടക്കമുള്ള ആളുകളോടൊക്കെ ഇപ്പോൾ ഒരു സാമൂഹ്യ വിഷയത്തിൽ എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കാൻ കവികൾക്ക് കഴിയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിലും കവികൾ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ആ കാലത്ത് അവരൊക്കെ എടുത്തു കണ്ടിട്ടുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിനോടും റെസ്പോണ്ട് ചെയ്യാൻ ഒരാൾക്കും ബാധ്യതയുമില്ല, ഒരാൾക്കും അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആഴത്തിൽ നമ്മുടെ ഒരു സമൂഹത്തിലെ എത്തിക്കലായിട്ടുള്ളൊരു ചില സംഗതികളുണ്ട്. ഇപ്പൊ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് നാളെ കാണുന്ന മനുഷ്യൻ, ആദ്യം കാണുന്ന മനുഷ്യൻ കത്തിയെടുത്ത് തന്നെ കുത്തുന്നു വിചാരിച്ചിട്ടല്ല, മറിച്ച് അയാൾ സൗഹൃദത്തോടെ പെരുമാറും എന്നുള്ള ഒരു പ്രത്യാശയിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അതെ, എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് നമ്മളെ പറയാതെ ചില കണ്ടീഷൻസ് ഉണ്ട്, കരാറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളും എന്നെ ആക്രമിക്കില്ല, അല്ലെങ്കിൽ വയലൻസ് അല്ല അതിന്റെ അർത്ഥം, പരസ്പര ധാരണയാണ്, പരസ്പര സ്നേഹമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന എത്തിക്കലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചില ധാരണയുടെ പുറത്താണ്, അല്ലെങ്കിൽ നൈതികമായ ചില ധാരണയുടെ പുറത്ത്. ഇതില് വ്യത്യാസം വരുമ്പോ അതിനോട് പ്രതികരിക്കേണ്ട ചുമതല നമുക്കുണ്ട്. കാരണം ഇന്നലെ വരെയുള്ള മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവരുടെ ഒരു മിച്ചമൂല്യത്തിലാണ്, അവരുടെ സ്ട്രഗിളിന്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറയും കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കണം, കുറച്ചും കൂടി നൈതികമായ മൂല്യങ്ങൾക്കുള്ളിൽ അവർ ജീവിക്കണം, കുറച്ചും കൂടി വലിയ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മള് പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിക്കല്ല, അത് ഡിസ്റ്റർബ്ഡ് ആവും. ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ആ ഡിസ്റ്റർബൻസിനോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരാളെ നമ്മൾ ഗോതയിൽ വെല്ലുവിളിക്കുന്ന പോലെ വാ എന്ന് പറഞ്ഞ് കുസ്തി മത്സരത്തിന് വിളിക്കുന്ന പോലെയല്ല. മറിച്ച് ചില തരം പ്രവർത്തനങ്ങൾ ആഴത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കുക, അതിനോടാണ് പ്രതികരിക്കണം, ആ ഡിസ്റ്റർബൻസിനോടാണ്. അതാണ് ലോകത്ത് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അത് സാധാരണ മനുഷ്യരും ചെയ്യുന്നുണ്ട്. പക്ഷെ റൈറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്കത് എഴുത്തിലൂടെ ആണ് അത് നടത്തുന്നതെന്ന് മാത്രം, മറ്റുള്ള മറ്റു തരത്തിലായിരിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കും. അപ്പം ഈ കവിത, ഇപ്പം സാഹിത്യ മേഖലയിലായാലും കവിതയിലായാലും ഒക്കെ ഒരു ധാർമ്മികമായ അപജയം വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പം കേരള സാഹിത്യോത്സവം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനോടുള്ള ഒരു പോരാട്ടം കൂടിയാണ്, ഇതിനകത്തുള്ള ജീർണതകൾക്കെതിരെയൊക്കെയുള്ള പോരാട്ടം കൂടിയാണ്. ആ നിലക്ക് കേരള സാഹിത്യോത്സവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരള സാഹിത്യോത്സവം ഇപ്പം ഞാൻ നിരവധി തവണ SSFന്റെ വേദികളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എഴുതിയതിന് ശേഷം. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ വലിയ തരത്തിലുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ട്, വലിയ തരത്തിലുള്ള ആശങ്കയുള്ള ഒരു കൂട്ടം കുട്ടികൾ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരുടെ സംവാദം ഇനി മുഖ്യധാരയിലേക്ക് അതാണ് വരേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ അവരുടെ ഒരു ധാരണയെ ഒരു മുഖ്യധാരയിൽ പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുകയും നിരന്തരം ഇപ്പം അവരുടെ വേദികളിലൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ചും ഈ നൈതിക സങ്കല്പങ്ങളെക്കുറിച്ചുള്ള നിരവധി തരത്തിലുള്ള ആശങ്കകൾ വളരെ കൃത്യമായിട്ട് ഉയർത്താൻ അവർക്ക് പല കുട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൈതികതയ്ക്ക് തുടർന്നു കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെമോക്രസിയിൽ തീർച്ചയായിട്ടും ഒരുപാട് സംവാദങ്ങളിൽ കൂടെ മാത്രമേ ഒരു സംഗതി ഒരു കോമൺ സെൻസ് ആയിട്ട് തീരുള്ളൂ. അപ്പം അതുകൊണ്ട് ആ സംവാദങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വളരെ നന്നായി നടക്കുന്നുണ്ട്. അത് മുഖ്യധാരയിലേക്ക് കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. അതെ അതെ, അതാണ് ഈ ഭരണകൂട ഭീകരതക്കെതിരെയുള്ള ശബ്ദമൊക്കെ ഉയർത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഗൗരി ലങ്കേഷ് ഉണ്ട്, കൽബുർഗി ഉണ്ട്, അങ്ങനെ കുറെ നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ അനുഭവങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കഥയൊക്കെ എഴുതിയപ്പോൾ ഇത്തരത്തിൽ വല്ല ഭീഷണികളോ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അതിൽ ഗൗരിയെ പറ്റി പറഞ്ഞ, ഗൗരിയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ബാംഗ്ലൂര് പല പരിപാടിക്ക് പോകുമ്പോഴും ഈ പിന്നിൽ ഇങ്ങനെ ആകെ 48 കിലോ ഉള്ള ഒരു സ്ത്രീ, വളരെ ചെറിയ സ്ത്രീ. അപ്പൊ ഈ സ്ത്രീ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു വലിയ തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഭീഷണി, ഒരു ഫാസിസ്റ്റ് വാഗയുടെ മുന്നിൽ വലിയ കമാൻഡറെ പോലെ ഉയർന്നു നിന്നിരുന്ന ഒരാൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഫാസിസത്തിന് ഈ ധാർമ്മികതയെ പേടിയാണ്, സത്യത്തെ പേടിയാണ്, നീതിയെ പേടിയാണ്, നൈതിക സങ്കല്പങ്ങളെ മുഴുവൻ പേടിയാണ്. അപ്പം അതാണ് ഇവരൊക്കെ തരുന്ന പാഠം എന്ന് പറയുന്നത്.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭീഷണി, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാനൊരു മധ്യവർഗ ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്, ഭീതിയുള്ള മനുഷ്യനാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സത്യം ഉച്ചരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ബ്രഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഈ വലിയ അസീറിയയിലെ ചക്രവർത്തി വലിയ കോട്ട പണിതു, ഈ കോട്ട ആർക്കും വലിയ പാറ്റൻ ടാങ്ക് വന്നാലും ഇടിച്ചാലും അതിന് തകർക്കാൻ പറ്റില്ല, കുന്തം കൊണ്ട് കുത്തി നോക്കുന്നുണ്ട്, പീരങ്കി കൊണ്ട് വെടിവെച്ച് നോക്കുന്നുണ്ട്, ഇതൊന്നും തകരുന്നില്ല. പക്ഷെ അതിനുള്ളിൽ കയറിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് സത്യത്തിൽ സത്യമായൊരു വാക്ക് പറഞ്ഞപ്പോൾ കോട്ട തകർന്നു പറയുന്നുണ്ട്. ഈ നുണയുടെ കോട്ട അതാണ്, വലിയ വലിപ്പമുണ്ടെന്ന് വിചാരിക്കും, അത് പോലീസും പട്ടാളും ഒക്കെ ചേർന്നിട്ട് നിർമ്മിക്കുന്ന ഒരു വലിയ കോട്ടയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സത്യത്തിൽ സത്യമായൊരു വാക്ക് പറഞ്ഞാൽ അത് തകർന്നു വീഴും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ ഭീതി, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഈ പറയുന്ന പേടികൾ, ഇതൊന്നും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മിൽ നിന്ന് അത്തരം കാര്യങ്ങളൊക്കെ അകന്നു പോകും. ചില മുഹൂർത്തങ്ങൾ ഒരർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടില്ലാത്ത മനുഷ്യരാണ്, നമുക്കൊക്കെ വെറുതെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനിക്കുന്നത്, ഒരു ഡെമോക്രസിയുടെ ഉള്ളിലാണ് നമ്മൾ ജനിക്കുന്നത്, പൊതുവിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാലത്ത് ഒരു സ്ട്രഗിൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ വരുന്നത്, അപ്പൊ ആ സ്ട്രഗിളിൽ നിന്ന് പിന്മാറാൻ ആവശ്യമായിട്ടുള്ള കാരണങ്ങളെക്കാൾ കൂടുതൽ അതിൽ നിൽക്കാൻ ഉള്ള കാരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയൊക്കെ പോലെ ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും നല്ല കൃതി, എന്തെങ്കിലും പണിപ്പുരയിലായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് കുറേ പ്രോഗ്രാം അല്ലെങ്കിൽ കുറെ പ്ലാനുകൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു കൃത്യമായ അർത്ഥത്തിൽ പറയാനുള്ള ഒരു സമയമായിട്ടില്ല. ആകെ പറയാനുള്ളത് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. മറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരു വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, എന്നാലും സജീവമാണ് കുറെ ആലോചനകൾ. അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. സന്തോഷം. Waytonikah.com, the exclusive Muslim matrimonial site.